ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് രാവിലെ തന്നെ കാപ്പി കുടിച്ചു. പുട്ടുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രോസ്റ്റ് ചെയ്തെടുത്തുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജിത്തൂട്ടനെയും ആരോമലിനെയും സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന കേട്ടോ. ദേവന്മാരുടെ രണ്ടിൻ്റെ ബാഗും കൂടെ എൻ്റെ കയ്യിലാണ്. ഇവന്മാർ അവസാനം കൊണ്ടുവിടുന്നുണ്ട്. ബാക്കി കുട്ടികളൊക്കെ നേരത്തെ കൊണ്ടുവിട്ടോ. പിന്നെ ഇവന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഓട്ടം പോയായിരുന്നു. ഫസ്റ്റ് ഓട്ടം പോയപ്പോൾ ഒരു 10:30. ഇത് ഇവിടുത്തെ കാലാവസ്ഥ നോക്കി, ഫുള്ള് കോട ഇറങ്ങി, നല്ല മഞ്ഞും നല്ല അടിപൊളി തണുപ്പ് കേട്ടോ. നല്ല മഴക്കാറുമുണ്ട്. രാവിലെ മുതൽ ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താവും എന്നറിയത്തില്ല. എന്തായാലും ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ, ഒരു രക്ഷയില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇടുക്കിയിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലായി വണ്ടി ഓടിക്കാൻ കേട്ടോ. പക്ഷേ ഇങ്ങനെ ചീക്കാന്നും പറഞ്ഞ് ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വലിയ സുഖം കാണില്ല. പിന്നെ ഒരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി എടുത്തിട്ട് നേരെ തടിയമ്പാണ്ട് വെച്ച് പിടിച്ചു കേട്ടോ. പിന്നെ തടിയമ്പാട് വന്നിപ്പോൾ നല്ല അടിപൊളി മഴ, ഒരു രക്ഷയില്ല. ഫുള്ള് ഇന്നത്തെ ദിവസം മഴ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ചോറിനാൻ വേണ്ടി നേരെ വീട്ടിൽ കയറി. ഓ, തന്നെ ഇരുന്നിട്ട് വിഷമമായോ? വിഷമമായോ തന്നെ ഇരുന്നിട്ട്? എടാ 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 കള്ള, എടാ കള്ള, ഭയങ്കര നമ്പൂതിരി ഇനത്തിൽപ്പെട്ട നായ. അവൻ്റെ കൂട്ടിലവൻ അപ്പിയിടോ ഇല്ല, മൂത്രമൊഴിക്കോ ഇല്ല. പെരയ്ക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ അവൻ മൂത്രമൊഴിക്കാൻ നോക്കും. നല്ല വൃത്തിയാട്ടോ. ആ വരുന്നേ. അപ്പോൾ ചോറിനിട്ട് വരാവേ. നിന്റെ ചോറിനടാ, നീ ചോറിൻ്റെടാ, ചോറിൻ്റെടാ. നമുക്ക് ചോറെടുത്ത് വെച്ചിട്ട് നീ തിന്നാത്ത തന്നെ എന്നാ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ലിയോനെ നൈറ്റ് കിടത്തുന്ന സ്ഥലം കേട്ടോ. അവൻ്റെ അടുത്ത് ഒരു വാട്ടർ മൊബൈൽ, 2 ബൈനോക്കുലർ, ഒരു ഹെഡ്സെറ്റ്. ഇവനീ പാതിരാത്രി ഇതൊക്കെ വെച്ച് ആരെ നോക്കാനാണോ? പിന്നെ പുള്ളി വേറെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ പിന്നെ പെറുക്കി വെച്ചേക്കുന്നതാണ്. പുള്ളിക്ക് നൈറ്റ് കളിക്കാൻ വേണ്ടി പുള്ളി ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുന്നു. എന്തായാലേ. പിന്നെ നേരെ സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ. പിന്നെ സ്റ്റാൻഡിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കമ്പനി അടിച്ചു വന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓട്ടം തീരെ കുറവാണ്. പിന്നെ നമ്മുടെ സഖാവ് ഈ സച്ചിദാനന്ദം മരിച്ചതിൻ്റെ ഒരു മൗനജാതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂടി നേരെ